നമസ്കാരം. കേരളത്തിലെ മഹത്തായ പ്രസ്ഥാനമായ കമ്മ്യൂണിസം ഇങ്ങനെ കൗബീനമഴിഞ്ഞ് കിടക്കാൻ കാരണക്കാരായ കുറേ ചാനൽ ചർച്ചക്കാരെ നമ്മൾ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ. ആന തടി വലിക്കും പക്ഷേ ബീഡി വലിക്കില്ല എന്ന് അറിഞ്ഞുകൂടാത്ത അന്തം അനിൽകുമാർ. മഴു കൊണ്ടും മരം വെട്ടാം പക്ഷേ മീശ വെട്ടാനാകില്ലെന്നറിയാത്ത അന്തം ജൂനിയർ അരുൺകുമാർ. കടന്നൽ ഓടിച്ചിട്ട് കുത്തും പക്ഷേ സ്വന്തമായി ഒരു പൊട്ടുകുത്താൻ കഴകത്തില്ല എന്നറിയാത്ത കൊല്ലത്തെ ബുദ്ധിജീവി കമ്മി PK ഗോപൻ. കൊതുക് ചിക്കൻ ഗുനിയ പരത്തും പക്ഷേ ചപ്പാത്തി പരത്തില്ല എന്നറിയാത്ത അൾട്ടിമേറ്റ് അന്തം പ്രകാശൻ മാസ്റ്റർ. അന്തിക്കണ്ണൻ ചേക്കേറും പോലെ അതിഥി താരങ്ങളായി എത്താറുള്ള പഴയ നക്സൽ കമ്മി കുഞ്ഞിക്കണ്ണൻ. പാർട്ടി തുന്നം പാടുമ്പോൾ സ്പെഷ്യൽ ഗസ്റ്റായി നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞെത്താറുള്ള ലുട്ടാപ്പിക്ക റഹീം. ചാനലുകളിൽ വന്നിരുന്ന് ജനത്തിൻ്റെ നെഞ്ചത്ത് മുതുകൂത്താടിയ ഇത്രയും സഖാക്കളാണ് പാർട്ടിയെ ഈ വിധം കുളിപ്പിച്ച് കിടത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചത്. വിമാനത്താവളത്തിൻ്റെ വില എത്രയെന്ന് അധ്വാന്യമായിട്ട് ചോദിക്കുകയും വേണമെങ്കിൽ 10 or 100 കൂടുതൽ തരാമെന്ന് പറയുകയും ചെയ്ത തോൽക്ക് സി തോമസ് അണ്ണാൻകുഞ്ഞിനും തന്നാലായത് എന്ന മട്ടിൽ പാർട്ടിയെ ഒരു വെറുപ്പീര് പ്രസ്ഥാനമാക്കി. നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ തന്നെ പാർട്ടിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ ശേഷിയും ശമിഷിയുമുള്ള ഗോവിന്ദൻ സഖാവുള്ളപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇത്രയും കാലം തൊണ്ടകീറി നിലവിളിച്ചത്? ഇത്രയൊക്കെ സഹ പാനലിസ്റ്റുകളുടെ വായിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിയാലും ഒരു ഉരുള കൂടി കൂടുതൽ തിന്നാലേ അനിൽകുമാറിന് നിറയുകയുള്ളൂ. അരുൺകുമാർ ക്ഷോഭിക്കുമ്പോൾ കാണാൻ എന്തൊരു രസമാണ്. ഒരു മുഖപ്രസാദമോ വാക്ശുദ്ധിയോ ഉള്ള ഒരൊറ്റ എണ്ണമുണ്ടോ ചാനൽ ചർച്ചയിൽ CPMനെ ഒന്ന് പ്രതിനിധീകരിക്കാൻ? ദൈവമേ, ഈ അനിൽകുമാർ മാർക്സിസത്തിൻ്റെ പ്രാചീന കാലത്തെ ബുദ്ധിജീവിയാകേണ്ട ഒരാളാണ്. നല്ല ഒന്നാന്തരം ഒരു സർക്കാർ. കഴിഞ്ഞ 9.5 വർഷമായി ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രി, കാര്യപ്രാപ്തിയുള്ള കുറേ മന്ത്രിമാർ. ഇങ്ങനെയൊക്കെയുള്ളൊരു സർക്കാരിനെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നിന്നിരിക്കുന്നത് മര്യാദകേടല്ലേ എന്നൊക്കെയാണ് അനിൽകുമാറിൻ്റെ സഹ പാനലിസ്റ്റുകളോടുള്ള ചോദ്യം. സ്വർണ്ണക്കൊള്ളക്കാരെ അകത്താക്കിയ ഹൈക്കോടതിയെ വരെ ഈ അനിൽകുമാർ വിമർശിച്ച് ശരിപ്പെടുത്തി. ഹൈക്കോടതിയുടെ പോക്ക് ശരിയല്ല. തങ്ങളുടെ കൊള്ളയ്ക്കും വിക്രികൾക്കും ധൂർത്തിനും തടയിടുന്നവരുടെ ഒന്നും പോക്ക് അത്ര ശരിയല്ല. എന്നാൽ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ അവർ നല്ലവരായി തന്നെ കാണും. പക്ഷേ തങ്ങളെ തോൽപ്പിച്ചാൽ അലവലാദികളെ എന്ന് സംബോധന ചെയ്യും. അപ്പോൾ നല്ലവരായ മനുഷ്യരല്ല. ഇവരുടെ പോക്ക് മാത്രം ശരിയായ പാതയിലൂടെയായിരിക്കും. ഈ അനിൽകുമാർ എന്നെങ്കിലും ഹൃദയം നിറഞ്ഞ് ഒന്ന് ചിരിച്ചു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അഥവാ ചിരിച്ചാൽ അത് കാരക്കൂട്ടിൽ ദാസൻ്റെ വളിച്ച ചിരി പോലെ ഇരിക്കും. പാർട്ടി ക്ലാസ്സിൽ മാത്രം വിതരണം ചെയ്യേണ്ടതും AKG സെൻറ്റർ കൊടുത്തുവിടുന്നതുമായ ക്യാപ്സൂൾ ഇവർ പൊതിയഴിച്ച് ജനത്തിനങ്ങ് വിതരണം ചെയ്യുകയാണ്. ഇവർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ ജനം വിഴുങ്ങുമെന്നാണ് ഇവരുടെ ധാരണ. സന്ധ്യയാകുന്നത് ഇവർ മനസ്സിലാക്കാറുണ്ട്, പക്ഷെ നേരം വെളുക്കുന്നത് ഇവർക്കറിയില്ല. ഈ ന്യായീകരണ തൊഴിലാളികൾ തട്ടിവിടുന്ന കമ്മ്യൂണിസ്റ്റ് വേദാന്തങ്ങൾ കേൾക്കുമ്പോൾ ഏതോ ഒരു കൃത്രിമ ജനാധിപത്യം രൂപപ്പെടുമെന്നും നമുക്കതിൽ പിടിച്ചു കയറി പോകാമെന്നുമാണ് ചിന്ത. തങ്ങളുടെ ജനകീയ അടിത്തറ നിത്യവും തകരുകയാണ് എന്ന ബോധമൊക്കെ ഈ നേതാക്കന്മാർക്ക് ഇല്ലാതായി. ഇവരുടെ പ്രത്യയശാസ്ത്രപരമായ പുറംപൂച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ രാഷ്ട്രീയ കടുംപിടുത്തങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് ഇവർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. ചാനലുകളിൽ വന്നിരുന്ന മനുഷ്യൻ്റെ ബുദ്ധിയെ പരിഹസിക്കുന്ന തരത്തിൽ പാർട്ടിയെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ തങ്ങൾ വെറുക്കപ്പെട്ടവരുടെ താവളത്തിലെത്തുമെന്ന് ഇവർക്കറിയില്ല. മരണം വരെ ചത്തുകിടന്ന് ന്യായീകരിക്കുന്നവരാണ് ഇവർ. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇവരെ ഭയം കലർന്ന വെറുപ്പാണ്. ഏഷ്യാനെറ്റിൽ നിന്ന് ഇത്തരക്കാർ കൂടൊഴിഞ്ഞു പോയിട്ട് കാലങ്ങളായി. അതുകൊണ്ട് അവിടെ മാത്രം ഈ ശല്യമില്ല. മറുവശത്തിരിക്കുന്ന നിലപാടുകാരായ മനുഷ്യരോടും വിവരവും വിവേകവും ബുദ്ധിയുമുള്ള മനുഷ്യരോടും സംസാരിക്കാൻ ത്രാണിയോ കേമത്തമോ ഒന്നും ഇവർക്കാർക്കും ഇല്ലതാനും. ഇതിലെടുത്തു പറയേണ്ട അസാധാരണനായ ഒരു ബുദ്ധിജീവിയാണ് PK ഗോപൻ എന്ന ന്യായീകരണ വിദ്വാൻ. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പതിവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇദ്ദേഹം മുൻപ് നടത്തിയ ഒരു പ്രസംഗം ഒന്ന് കേൾക്കൂ. വെള്ളാരം കുന്നെന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതമാണ്. പൊന്മുളം കാട്ടിലെ ഏതാ പൊന്മുള? മഞ്ഞ മനുഷ്യർ താമസിക്കുന്ന സ്ഥലം എവിടെ? ഹിമാലയത്തിനടുത്ത് ചൈനയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ്, കമ്മ്യൂണിസമാകുന്ന കാറ്റ് കേരളത്തിലേക്ക് വരാൻ എന്തിനാ? ഈ പ്രസംഗം കേട്ടാൽ സാക്ഷാൽ ONV കുറുപ്പ് കുഴിമാടത്തിൽ നിന്നും കയറി വന്ന ഒരു തല്ല് കൊടുക്കും. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുലാങ്കുഴലൂതും കാറ്റേവാ എന്ന പാട്ട് ONV എഴുതിയത് തികച്ചും ഗ്രാമീണമായ ബിംബങ്ങൾ മനോഹരമായി കോർത്തിണക്കിക്കൊണ്ടാണ്. എന്നാൽ ഗോപൻ വ്യാഖ്യാനിച്ചത് കേട്ടില്ലേ? വെള്ളാരം കുന്ന് എന്ന് പറയുന്നത് ഹിമാലയമാണ്. അതിനപ്പുറത്തുള്ള പൊന്മുളങ്കാട് മഞ്ഞ മനുഷ്യർ താമസിക്കുന്ന ചൈനയാണ്.
ആ ചൈനയിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റേ കേരളത്തിലോട്ട് വാ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായ കരുമാടിക്കുട്ടന്മാർക്ക് ഒരു കനി വീഴ്ത്തിക്കൊടുക്കൂ എന്നാണ് കവി സങ്കല്പിച്ചതത്രേ. ആ ചൈനയിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റേ കേരളത്തിലേക്ക് വായൂ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായ കരുമാടിക്കുട്ടന്മാർക്ക് ഒരു കനി വീഴ്ത്തിക്കൊടുക്കൂ എന്നാണ് കവി സങ്കല്പിച്ചതത്രേ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിലേതാണ് ഈ വരികൾ. എന്നാൽ പി കെ ഗോപൻ പറഞ്ഞത് ഫോഷ്കാണെന്നറിയാൻ ONVയുടെ ആത്മകഥയായ പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്ന പുസ്തകം വായിച്ചാൽ മതി. ഇല്ലിമുളങ്കാടുകളും വെള്ളാരം കുന്നും പൂമഴ പെയ്യുന്ന മരങ്ങളും ആടുകൾ മേയുന്ന പുൽമേടുകളും ഓടക്കുഴലൂതുന്ന ഇടയബാലന്മാരുമൊക്കെയുള്ള ഒരു സ്വപ്നഭൂമിയായിരുന്നു എനിക്ക് എന്നും ഇടപ്പള്ളി എന്ന ഗ്രാമം. ഗന്ധർവകുമാരന്മാരെ പോലെ അവിടെ വന്ന് അവതരിച്ച 2 കവികളാണ് അതിനുത്തരവാദികൾ. ഗ്രാമീണ ഭംഗിയെ കാവ്യബിംബങ്ങളിലേക്ക് ആവാഹിക്കാൻ ONVക്ക് ചൈന വരെയൊന്നും പോകേണ്ടതില്ല ഗോപ. ഇനി ഈ പാട്ടെഴുതാനുള്ള സാഹചര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദേവരാജൻ മാഷും ONV കുറുപ്പും കൂടി കാണാൻ ചെല്ലുമ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ അരികിൽ ഒരു കെട്ടുവള്ളത്തിൽ വിശ്രമിക്കുകയായിരുന്നു നാടകാചാര്യൻ G. ജനാർദ്ദനക്കുറുപ്പ്. അദ്ദേഹമാണ് പറഞ്ഞത് വെറുതെ ഇങ്ങനെ കറങ്ങിയടിച്ചു നടക്കാതെ ഒരു പാട്ടെഴുതാൻ. അങ്ങനെ ചെയ്ത പാട്ടാണ് പിന്നീട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിൽ എടുത്തു ചേർത്തത്. നോക്കണേ, വ്യാഖ്യാനിച്ച് കൊമ്പനാനയ്ക്ക് വരെ ഗർഭമുണ്ടാക്കുന്ന ഈ കപട ബുദ്ധിജീവിയുടെ ഒരു തന്ത്രം. ചൈനയിൽ ആഞ്ഞടിക്കുന്ന കമ്മ്യൂണിസമാകുന്ന കാറ്റ് ഇങ്ങോട്ട് വാ, 2 വാഴപ്പഴം ഈ കരുമാടിക്കുട്ടന്മാർക്ക് ഉലുത്തി കൊടുക്കാനെന്നാണ് ഗോപൻ പറയുന്നത്. വാഴപ്പഴം കാറ്റത്ത് പൊഴിഞ്ഞു വീഴുന്നത് ആരും സ്വപ്നം കാണാറില്ല. മാങ്ങ പൊഴിഞ്ഞു വീഴുന്നത് സ്വപ്നം കണ്ടുണരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ONVയുടെ മനസ്സിൽ ഹിമാലയവുമില്ല, ചൈനയുമില്ല. ഇടപ്പള്ളി എന്ന സുന്ദരമായ ഭൂമികയുടെ ദൃശ്യങ്ങളായിരുന്നു ആ മനസ്സ് നിറയെ. അത് അദ്ദേഹം തന്നെ എഴുതി വെച്ചതുമാണ്. അല്ലെങ്കിൽ തന്നെ ചൈനയെ പൊന്മുളങ്കാട് എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം വിഡ്ഢിയാണോ കുറുപ്പ് സാറ്? പിൽക്കാലത്ത് മധുര മനോഹര മനോജ്ഞ ചൈന എന്നൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. ഇതാണ് ഈ ന്യായീകരണ കമ്മികളുടെ ഒരു ദോഷം. നമ്മളൊന്നും കാണാത്തത് അവർ കാണും, കേൾക്കാത്തത് കേൾക്കും. പി കെ ഗോപൻ്റെ വ്യാഖ്യാനം കേട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും തോന്നി, അയ്യോ ഈ പാട്ടിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നുവോ എന്ന്. ഈ പാർട്ടിയെ ഒറ്റയടിക്ക് തീർക്കാൻ നിങ്ങൾ ന്യായീകരണ കേന്ദ്രന്മാരുടെ സപ്പോർട്ടൊന്നും പിണറായിക്ക് വേണ്ട. ഭസ്മാസുരന് വരം കിട്ടിയ അവസ്ഥയിലാണ് പിണറായി. പാർട്ടിയുടെ ഉച്ചിയിലൊന്ന് കൈവയ്ക്കാൻ ഇനി 3-4 മാസം കൂടിയേ വേണ്ടൂ. അതിനിടയ്ക്ക് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കിയെന്ന് പറയും പോലെ ചാനലുകളിലെ ന്യായീകരണക്കാരന്മാർ പതിവായി വന്ന് പാർട്ടിയെ കുളിപ്പിച്ചങ്ങ് കിടത്തി. ഇനി തോർത്തിയെടുത്ത് വിരിച്ചാൽ മാത്രം മതി. ഈ പാർട്ടി സെക്രട്ടറിയും സഖാക്കളും സൈബറും ന്യായീകരണ ചാവേറുകളും എല്ലാം കൂടി നാക്കിട്ടടിച്ച് കുത്തുപാളയെടുപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ കഥ അവസാന റീൽ ഓടുകയാണ് സഖാക്കളെ. ശുഭം എന്ന ടൈറ്റിൽ കാർഡ് ഉടൻ തെളിയുന്നതായിരിക്കും.